പക്ഷേ ഒരു നേതാവ് എന്നുള്ളത് പറയുന്നുണ്ട്. മനുഷ്യ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ഇന്ന് കേട്ട വോയിസും എഡിറ്റഡ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ പെൺകുട്ടിയുടെ ശബ്ദം പ്രൈവസിയുടെ ഭാഗമായിട്ട് എഡിറ്റ് ചെയ്തതാവാം. പക്ഷേ അത് എഡിറ്റിംഗ് ചിലപ്പോൾ 2 വേർഷനിലും നടക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര റിലയബിളായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. തെറ്റ് ആര് ചെയ്താലും സ്ത്രീകൾക്കെതിരെ ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇതിന് നല്ലപോലെ ഒരു അന്വേഷണം വേണം. പാർട്ടി ഇടപെട്ട് ഒരാളെയും അങ്ങനെയൊന്നും വെച്ച് പൊറുപ്പിക്കില്ല പാർട്ടി. അതെനിക്ക് നല്ല ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നമ്മൾ ശക്തമായിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല. പാർട്ടി വളരെ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടിട്ട് ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ള എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് പേരുമായിട്ട് ഇടപെടുന്നതല്ലേ. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ പ്രായം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇല്ലായിരിക്കാം എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ അതല്ല, നമ്മളുടെ കൂടെ എത്ര കുട്ടികൾ നടക്കുന്നതാണ്. അപ്പോൾ അവരുടെയോടൊക്കെ ആളുകൾ പെരുമാറുന്നതും ഇടപെടുന്നതും ഒക്കെ ശരിക്കും ഒരു സഹോദരിയെ പോലെയും അങ്ങനെ ഒരു ഏറ്റവും അടുത്ത റിലേഷനിലാണ് ഇപ്പോൾ എല്ലാവരും പെരുമാറുന്നത്. അപ്പോൾ അത് എനിക്കറിയില്ല. എന്തായാലും ഇത് പാർട്ടി ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ജനപ്രതിനിധി എന്ന നിലയിൽ അതിൻ്റെ ഒരു ഗൗരവം പരിഗണിച്ച് തന്നെ വേണ്ടേ നമ്മൾ പൊതുസമൂഹത്തോട് ഇടപെടാൻ? എല്ലാവരും രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പോലും ആ ഒരു നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഒരു ഗൗരവത്തിൽ തന്നെ ആളുകളോട് ഇടപെടേണ്ടതില്ലേ? തീർച്ചയായിട്ടും ജനപ്രതിനിധി കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവരാണല്ലോ. നമ്മളെ ഒരുപാട് അനുകരിക്കുന്നവരാണ്. നമ്മളെ കണ്ടിട്ട് റോൾ മോഡൽസായിട്ട് കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ പാർട്ടിക്ക് അകത്തുള്ള പല നേതാക്കന്മാരുടെയും ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ഇത്തരം അനുഭവങ്ങൾ, മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ ഇന്നലെ റിനിയുടെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പാർട്ടിക്ക് അകത്തുനിന്ന് ഒരു അന്വേഷണം വേണ്ടതല്ലേ? നല്ല അന്വേഷണം ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു നല്ല നടപടിയും എടുക്കണം. അതുപോലെ തന്നെ നല്ല അന്വേഷണവും വേണം. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ ഇങ്ങനെ പെട്ടിട്ടില്ല. നമ്മൾ ഇന്നലെ മുതലാണ് ഇത് കേൾക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് പക്ഷേ ആര് തന്നെ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്നാണ്. അതിപ്പം വോയിസ് എഡിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇനി വേറെ ആരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അത് ചെറുതോ വലുതോ ആരോ ആയിക്കോട്ടെ, നേതാവ് ആവണമെന്നൊന്നുമില്ല. ഒരു സ്ത്രീയെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അവരുടെ സമ്മതമില്ലാതെ ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഓഡിയോ ആണ് എന്നാണ് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണ് എങ്കിൽ, ആ നേതാവ് തന്നെയാണ് എങ്കിൽ അതിൽ ഒരു ക്രിമിനൽ കുറ്റം എന്ന രീതി അന്വേഷിക്കട്ടെ. ഞാൻ പറയണേ, നമ്മൾക്കത് റിലയബിൾ അല്ലാത്ത ഒരു കാര്യത്തിന് ഞാനൊരു അഭിപ്രായം പറയണത് ശരിയല്ല. എന്തായാലും പരാതിയിൽ വ്യക്തത വരട്ടെ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പാർട്ടി ഇടപെട്ട് ഉചിതമായ തീരുമാനമെടുക്കും. തെറ്റു ചെയ്തവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ഉമാ തോമസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ പുറത്തു വന്ന ഓഡിയോ അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് എഡിറ്റ് ചെയ്തതാണോ എന്ന സംശയമുണ്ട് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉമാ തോമസ് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. മഹേഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്? ഒന്ന്, നേരത്തെ ഏറെക്കാലമായി, അതായത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇങ്ങോട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരുന്നു. പൊതുവെ അത്തരത്തിലുള്ള വിഭാഗീയ പ്രവണതകൾ കുറച്ച് ഒഴിവായി പോയതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് ഈ പാർട്ടിയെ സമ്പൂർണ്ണമായി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. വി ഡി സതീശന്റെ ആജ്ഞാനുവർത്തികളായി ഇവർ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിഭാഗം ശക്തമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങളിൽ ഉണ്ടാകുമോ?
കൃത്യമായ നിരീക്ഷണമാണ് ഹർഷം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഷാഫി പറമ്പിലിനെ വി ഡി സതീഷിൻ്റെ നിലപാടിൽ അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെ കോൺഗ്രസിൽ അവർ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഈ ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. വളരെ നിർണായകമായ വളരെ ഗുരുതരമായ ഒരു ഓഡിയോ ശകലമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് നേരത്തെ മുമ്പ് തന്നെ, അതായത് ഇന്ന് ഉടനടി പുറത്തു വന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളൊക്കെ പ്രചരിക്കുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് കാരണമായത് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് ആദ്യമായി പുറത്തേക്ക് എത്തുന്നത്.